ഹലോ ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് ടിപ്സുകളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കറിവേപ്പിൻ്റെ ഇല നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ട് അതേമാതിരി തന്നെ നമ്മളതിനെ കുറച്ച് ഇലകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അതിനെ മൈക്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് എല്ലാത്തിനും ഇങ്ങനെ ഇലകളായിട്ട് നമ്മൾ എടുത്ത് മാറ്റാം. എത്ര ആവശ്യമുള്ളത് നമ്മൾ ഇലകളെടുത്ത് മാറ്റിയിട്ട് ഈ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് മൈക്രോ ചെയ്തെടുക്കാം. നമുക്ക് ഇതുമാതിരി തന്നെ എല്ലാം ഇതുമാതിരി നമ്മൾ ഇലകളെല്ലാം ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ട് നമ്മളതിനെ 1-2 മിനിറ്റ് മൈക്രോ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതിൻ്റെ കൂടെ നിറം മാറി കിട്ടില്ല. അങ്ങനെ ഉണക്കി ഞാൻ കാണിച്ചു തരാം, മൈക്രോ ചെയ്ത് കാണിച്ചു തരാം. ട്രെയിൻ ഇതിലേക്ക് ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ 1-2 മിനിറ്റ് നമ്മൾ മൈക്രോയിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ വല്ലാതെ ഉണങ്ങിയിട്ടില്ല. നമുക്കിത് നമ്മൾ ഒരു കുപ്പിയിൽ ഇട്ട് വയ്ക്കാൻ പറ്റും. ഇങ്ങനെ പുറത്ത് വെച്ചാലും മതി, ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. എപ്പോഴാണ് വേണ്ടിച്ച് ആ സമയത്തെടുത്ത് നമുക്ക് കറിവേപ്പില നമുക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റും, സൂക്ഷിക്കാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതുമാതിരി നമ്മൾ കുപ്പിയിലാക്കി വെച്ചാൽ മതി. എപ്പോഴാണ് വേണ്ടിച്ച് ആ സമയത്ത് വറുത്തിടാനാണെങ്കിൽ എന്തായാലും ആ സമയത്ത് വറുത്തിടാൻ എടുക്കല്ലേ വേണ്ടൂ. ഇതൊരു സൂത്രം നല്ലതാണ്. ടിപ്പ് ഫോളോ ചെയ്തോളൂ. എല്ലാവർക്കും ഉപയോഗപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഇതുമാതിരി നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ പുറത്ത് വെച്ചാൽ മതി. എപ്പോഴാണ് വേണ്ടിച്ച് അതെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നമ്മൾ പാൽ തിളപ്പിക്കുമ്പോൾ പാൽ എന്തായാലും ഒഴുകി പോവും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ചിലവർ പറയുന്നുണ്ട് ഈ മരത്തിൻ്റെ ഇങ്ങനെ ഇത് കഷ്ണം വെച്ച് കഴിഞ്ഞാൽ, മരത്തിൻ്റെ എന്തെങ്കിലും ഒരു തവി വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പോവില്ല എന്നാണ്. ഞാനിപ്പോൾ ഇത് പുതിയൊരു ഇത് കണ്ടുപിടിച്ചതാണ്. അത് ടിപ്പ് എല്ലാവരും ഫോളോ ചെയ്ത് നോക്കണം എങ്ങനെയാണെന്ന്. ഇപ്പോൾ തിളച്ച് വരുന്നേ ഉള്ളൂ പാല്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ, തിളച്ച് വരുമ്പോൾ എന്താ ചെയ്യാൻ ഞാൻ കാണിച്ചിടാം. ഞാൻ ഇതുമാതിരി എന്തെങ്കിലും ഒരു കപ്പ്, ക്രോക്കറിയുടെ ഒരു കപ്പ് നമ്മൾ അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ടേക്കുക. അപ്പോൾ തിളച്ചിട്ട് പുറത്തേക്ക് വരില്ല എന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഏതായാലും നോക്കുക, ഇതുമാതിരി ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട് പാല്. തിളച്ച് വരുമ്പോൾ പുറത്തേക്ക് പോവാതെ അത് അതിൽ തന്നെ ഇരുന്ന് നമ്മൾ എത്ര നേരം വേണമെങ്കിലും അതിനെ പാല് തിളച്ച് പാത്രത്തിൻ്റെ പുറത്ത് പോവാതെ നമുക്ക് ചെയ്ത് വെക്കാം. അത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും ഇത് കപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അതിൽ. പാലിന് തള വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കൂ, പാല് തിളയ്ക്കുന്നുണ്ട്, എന്നാലും അത് പുറത്തേക്ക് പോകുന്നില്ല. കാരണം ഞാൻ ആ കപ്പ് അതിലേക്ക് ഇട്ട കാരണമാണ്. തിളച്ച് പുറത്തേക്ക് വരാതെ നമുക്ക് അതിനെ പാല് തിളച്ച് പോവാതെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് നേരം നമ്മൾ അങ്ങോട്ട് മാറിയാലൊക്കെ പാല് തിളച്ച് പോകാറില്ലേ, അതിന് പകരമായിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ഫോളോ ചെയ്ത് നോക്കണത്. ഇപ്പോൾ ഇത്രയും നേരമായിട്ട് പാല് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആ കപ്പിട്ട കാരണം തള പുറത്തേക്ക് വരുന്നില്ല, പാല് തിളച്ച് പുറത്തേക്ക് പോകുന്നില്ല. കണ്ടോ, തള കാണുന്നുണ്ടല്ലോ. ഇതെല്ലാവരും ഈ ടിപ്പ് ഫോളോ ചെയ്തോളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം മരത്തിൻ്റെ കഷ്ണം അത് തവിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ പകരം ഇതൊന്നും ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്താണ്. എന്തായാലും അത് പാൽ തിളച്ച് പുറത്തേക്ക് പോകുന്നില്ല. അത് നോക്കൂ, ഇതന്നെ ഇത്രയും നേരം തിളയ്ക്കുന്നുണ്ട്, പക്ഷെ പാല് പുറത്തേക്ക് പോകുന്നില്ല. തിളച്ച് മേലെ വരെ വന്നാലും അത് പാല് തിളച്ചിട്ട് ചോട്ടിലേക്ക് അത് ഇറങ്ങി പോകുന്നുണ്ട്. കണ്ടോളൂ. നല്ലൊരു ടിപ്പാണ് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഫോളോ ചെയ്തോളൂ, നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും. പാൽ ആറി കഴിഞ്ഞിട്ട് നമുക്ക് ഈ കപ്പ് ഇട്ട് വെച്ച കപ്പ് മെല്ലെ അവിടെ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ പാല് തൂവി പോവില്ല, തിളച്ച് പുറത്തേക്ക് പോവില്ല പാത്രത്തിന്. ഈ ടിപ്പ് എല്ലാവരും ഫോളോ ചെയ്യണം. സാധാരണ നമ്മൾ കുക്കറിൽ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ, പരിപ്പോ എന്ത് വെക്കുകയാണെങ്കിലും ഈ വിസിലിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ എല്ലാം പുറത്തേക്ക് വന്ന് അതൊക്കെ ഗ്യാസും ഈ അടപ്പൊക്കെ കേടുവരും. അതിന് ഞാനൊരു നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാണ്. എന്തായാലും ഇത് മാറ്റി കിട്ടാൻ, അല്ലെങ്കിൽ ഈ അടപ്പ് നന്നായി നമുക്ക് തേക്കാൻ പറ്റും. അതിന് ഞാനൊരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. അതിന് മറികടക്കാനായിട്ട് നമ്മളൊരു സൂത്രം, ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഗ്യാസിൻ്റെ മേലെ നമ്മൾ കുക്കർ വെച്ച് കഴിഞ്ഞാൽ
വെയിറ്റ് വെക്കുന്നതിന് മുമ്പ് ഇതുമാതിരി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ വിസിൽ വെക്കുന്നതിന് മുമ്പ് ഇതെങ്ങനെ വെക്കുക, എന്നിട്ട് വിസിൽ വെക്കുക. അപ്പോൾ പിന്നെ എന്താവും, നമ്മളത് എന്തായാലും തെറിച്ച് ഗ്യാസുമ്പലും ഈ അടുപ്പുമ്പലൊന്നും ആവാതെ നമുക്കത് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടില്ലാതെ കഴുകിയെടുക്കാൻ പറ്റും. അതാണ് കാര്യം നാം കാണിച്ചു തരേണ്ടത്. വിസിൽ വരുമ്പോൾ ഇതിൻ്റെ മേലെ തന്നെ ഈ നാപ്കിൻ്റെ മേലെ തന്നെ വീഴുള്ളൂ. ഗ്യാസിൻ്റെ മേലെയും പിന്നെ അടുപ്പുമ്പലൊന്നും അതിൻ്റെ ഇത് വരില്ല. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് വേഗം കഴുകാൻ ബുദ്ധിമുട്ടില്ലാതെ കഴുകാൻ പറ്റും. ഇതുമാതിരിയാണ് നമുക്ക് ചെയ്യേണ്ടതാണ്. ഒരു ടിപ്പാണ്, ഫോളോ ചെയ്തോളൂ. എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്നുള്ള എനിക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഇതിൻ്റെ ടിഷ്യൂ പേപ്പറിന് മേലെ മാത്രമേ ഉണ്ടാവുള്ളൂ, അടുപ്പുമ്പോൾ ഒട്ടില്ല. അപ്പം നമുക്കത് വേഗം എടുത്ത് നമുക്ക് കഴുകാനൊക്കെ ബുദ്ധിമുട്ടില്ലാതെ കഴുകാൻ പറ്റും. ഇതുമാതിരി ആകുമ്പോൾ ഇതിപ്പോൾ ആറിക്കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ ഇത് വിസിൽ ഊരി കഴിഞ്ഞിട്ട് ഈ കടലാസ് നമുക്കിങ്ങനെ എടുക്കേ വേണ്ടൂ. അപ്പോൾ വല്ലാതെ അടുപ്പുമ്പലൊന്നും കൂട്ടാനൊന്നും വീണുണ്ടാവില്ല. ഇതൊരു ടിപ്പായിട്ട് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണം. കണ്ടോ, നമുക്കല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട് ഈ അടുപ്പുമ്പലൊക്കെ കൂട്ടാൻ്റെ ഇതൊക്കെ വീണിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കഴുകാൻ പറ്റും. ഇത്രയും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ടാവും, ഇത്രയും ക്ലീനായിട്ട് നമുക്ക് കിട്ടി. കാരണം ഇത് ടിഷ്യൂ പേപ്പർ ഞാൻ മേലെ വെച്ച കാരണമാണ്. ഇത് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും. ഇതെല്ലാവരും ഇങ്ങനെ ഫോളോ ചെയ്തോളോ, ഒരു ടിപ്പായിട്ട്. ഇനി അടുത്ത ടിപ്പ് കാട്ടണം എന്താ വെച്ചാൽ, നമ്മൾ ഇലക്കറികളൊക്കെ എങ്ങനെയായിട്ട് വൃത്തിയായിട്ട് പെട്ടെന്ന് ഉണക്കി കിട്ടും വേണമല്ലോ. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനിവിടെ കുറച്ച് കൊത്തമല്ലി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ഈ വേരിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി ഞാൻ അതിനെ നന്നായിട്ട് വൃത്തിയായിട്ട് ഞാൻ കഴുകിയെടുക്കാൻ പോവാം. ഇങ്ങനെ ഞാൻ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുമാതിരി 2 ബണ്ടിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഞാൻ ഈ വേരിൻ്റെ ഭാഗം മുറിച്ച് മാറ്റിയാണ്. അതിന് നമുക്ക് കുറച്ച് കട്ടിയായിട്ടുണ്ട്, അതൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും മുറിച്ച് മാറ്റി ഇങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് ഞാനൊരു ഇതുമാതിരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ പോവാണ്. ഇങ്ങനെ നല്ലോണം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുത്ത് അതിലത്തെ മണ്ണൊക്കെ കളയണം നമുക്ക്. ഇതേമാതിരി 2-3 പ്രാവശ്യം ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതേമാതിരി നന്നായിട്ട് മണ്ണൊന്നുമില്ലാതെ നമ്മൾ കഴുകിയെടുക്കണം. ഇതേമാതിരി നമുക്ക് ഇങ്ങനെ നല്ല ക്ലീൻ വെള്ളം വരുന്നവരെ നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുമാതിരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഈ ഇല എല്ലാം കൂടി ഞാനൊരു പഴയ ഒരു തോർത്തിന് മണ്ടിലേക്ക് ഞാനത് മാറ്റുകയാണ്. മാറ്റിയിട്ട് മെല്ലെ ഒന്ന് ചുരുട്ടി വെക്കണം. ചുരുട്ടി വെച്ചിട്ടാണ് ഇനി അടുത്ത പരിപാടിക്ക് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത്. ഇങ്ങനെ ഞാൻ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ഞാൻ ഉലുവയുടെ ഇലയും അതേമാതിരി മുറിച്ച് വേരൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി കാണിച്ചു തരാം ഞാൻ എന്തായാലും. അതേമാതിരി തന്നെ ഞാൻ ഉലുവയുടെ ഇലയും നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്, മണ്ണൊന്നും ഇല്ലാതെ. അത് ഞാൻ ഇതേമാതിരി ആ തോർത്തുമെന്നിൻ്റെ അകത്ത് ഞാൻ മെല്ലെ അതിനെ വെച്ച് വെള്ളം കളഞ്ഞ്, കുറച്ച് വെള്ളം എന്തായാലും ഉണ്ടാവുമല്ലോ, ആ വെള്ളം കളയാനായിട്ടാണ് ഞാനിതിപ്പം ട്രൈ ചെയ്യണത്. ഇത് ഡ്രൈ ആയിട്ട് എടുക്കണം. ഇത് പെട്ടെന്ന് നമ്മൾ കാറ്റത്ത് വെച്ചാലൊക്കെ കുറച്ച് നേരം പിടിക്കും. ഇത് ഞാൻ പെട്ടെന്ന് ഉണക്കിയെടുക്കാനുള്ള പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത് എന്തായാലും. ഇത് ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ മല്ലിയില ചുരുട്ടിയിട്ടുണ്ട്. അതുമാതിരി തന്നെ ഉലുവയുടെ ഇല ഞാൻ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചുരുട്ടി ഞാൻ അതിനെ മൊത്തത്തിൽ ടിപ്പ് കാണിച്ചു തരാം എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ തോർത്തുമുണ്ടിൽ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അടുത്ത് എന്താ ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ഈ തോർത്തുമുണ്ടിലേക്ക് ചുറ്റി വെച്ചിരിക്കുന്ന ഇത് ഞാൻ ഡ്രയറിലേക്ക് ഇടുകയാണ്.
ഡ്രയറിലിട്ട് ഞാനിത് ട്വിൻ ഇതിലാണ് വെച്ചിരിക്കുന്നത്. ഇതേമാതിരി ഡ്രയറിലിട്ട് നമ്മൾ സാധാരണ വെള്ളം വിട്ടിട്ടല്ലേ നമ്മൾ ചെയ്യാറ്, അതിന് പകരം നമ്മൾ ഡ്രൈ ആയിട്ട് ഇതടച്ച് വെറും നമ്മൾ ഡ്രയറിൽ ചെയ്താൽ മതി. ഇത് മാതിരി മെല്ലെ ഡ്രയറിലേക്ക് വെള്ളം റണ്ണിയില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഞാൻ ആ തോർത്ത് മുണ്ടിൽ വെച്ചത് ഞാനത് ഡ്രയറിലിട്ട് ഞാൻ ഡ്രൈ ചെയ്തെടുക്കുകയാണ്. ഡ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്ക് നല്ലൊരു ശരിക്കും നല്ലൊരു ടിപ്പാണ്. നമുക്ക് ഇലക്കറികളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ ഇത് ഞാൻ കോവിഡിൻ്റെ സമയത്ത് പഠിച്ചെടുത്തൊരു ടിപ്പാണ്. അത് നിങ്ങൾക്ക് എല്ലാവരും ഷെയർ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഒന്നും ഇപ്പോൾ ഷെയർ ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിനുവേണ്ടി ഞാൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ടിപ്പ് ഇട്ടിരിക്കുന്നത്. അത് എല്ലാവരും ഫോളോ ചെയ്തോളൂ. എന്തായാലും ഞാൻ ഡ്രൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഡ്രൈ ചെയ്ത് കഴിഞ്ഞു. ഞാനിത് എടുത്ത് കാണിച്ചു തരാം എന്താണ്. അതേപടി മെല്ലെ ആ തോർത്തുമുണ്ട് പുറത്തെടുക്കുക. തുറന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ സെമി വാഷിംഗ് മെഷീനിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ മറ്റേത് എനിക്ക് ഓട്ടോമാറ്റിക്കൽ അറിയില്ല. ഇതാകുമ്പോൾ വെറും ഡ്രയർ മാത്രം യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം എന്താ എങ്ങനെയുണ്ടെന്ന്. കണ്ടോളൂ, ഉലുവയുടെ ഇല എത്ര നന്നായിട്ട് തീരെ വെള്ളത്തിൻ്റെ അംശമില്ല, അതിന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരു തുള്ളി വെള്ളം അതിലില്ല. അതേമാതിരി തന്നെ മല്ലിയിലയും ഞാൻ അതേമാതിരി തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്ര നന്നായിട്ട് ഉണങ്ങി, തീരെ അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടി കാണാനില്ല. കണ്ടോ, ഇത്ര ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഫോളോ ചെയ്തോളൂ. നമുക്ക് ഇലക്കറികൾ ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കുമ്പോൾ ഇതാണ് ബെസ്റ്റ്. ഇതിപ്പോൾ കുറച്ച് അരമണിക്കൂർ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ആയിട്ട് നമുക്ക് നല്ല എയർ ടൈറ്റ് ഇതിൽ നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇത്രയും നമ്മൾ കൂടുതൽ ഇലയൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ നമുക്കത് എടുത്ത് വെക്കാതെ ഒരു വഴിയില്ല, നമുക്ക് എന്തായാലും പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറച്ച് കാലം നമുക്ക് പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് കഴുകേണ്ട ആവശ്യം, നേരെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുമാതിരി നിങ്ങൾ ഈ ടിപ്പ് എന്തായാലും എല്ലാവരും ഫോളോ ചെയ്ത്. ഇത് ഞാൻ ഉലുവയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്, ഇത് മല്ലിയുടെ ഇലയാണ്. എന്തായാലും ഈ ടിപ്പ് ഫോളോ ചെയ്തോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഷുവറാണ്. ഇനിയിപ്പോൾ വല്ല കമൻസ് നിങ്ങളിതുമാതിരി എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ഇത് നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഫോളോ ചെയ്യണം. ഞാൻ കുറച്ച് ടിപ്സുകളായിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരു ടിപ്പും കൂടിയാണ് ഞാനത് കാണിച്ചു തരുന്നത്. ഇലക്കറികൾ എങ്ങനെയാണ് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റുന്നത് വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം കൊണ്ട്. വാഷിംഗ് മെഷീൻ്റെ സഹായം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് കണ്ട് എത്ര നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ദേ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് ഉലുവയുടെ ഇലയാണ്, ഇത് മല്ലി ഇലയാണ്. എത്ര നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇത് ഒരു അരമണിക്കൂർ ഫാനിൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് പാത്രത്തിൽ ടിന്നിലൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റും. ഇതെല്ലാവരും ഈ ടിപ്സ് എന്തായാലും എല്ലാവരും ഫോളോ ചെയ്യണം. എന്തായാലും ഇഷ്ടപ്പെടുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് നമ്മളൊരു പാത്രത്തിലെ ഒരു ടിന്നിലേക്ക് നമ്മളെടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും. ഇതുമാതിരി ഇത് മല്ലിയിലയാണ്, ഇത് ഉലുവയുടെ ഇലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുമാതിരി എടുത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.